രണ്ട് മൂന്ന് ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചെടികളില്ലേ ഇങ്ങനെ നന്നായിട്ട് തഴച്ചു വളരാനും ഉള്ള ഒരു ടിപ്സാണ് ഞാൻ കാണിക്കുന്നത്. അതേപോലെ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഈ അണ്ണാനും റാബിറ്റും ഒക്കെ വന്ന് കടിച്ച് തിന്നത്തില്ലേ, അപ്പോൾ അതൊന്നും അയലത്ത് അടുക്കാതിരിക്കാനുള്ള ഒരു ടിപ്സും ഉണ്ട്. ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ബനാന പീലാണ്. അതായത് നമ്മുടെ പഴത്തൊലി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ എടുക്കുന്ന പഴത്തൊലി അല്ലെങ്കിൽ ഏതെങ്കിലും കടകളിൽ നിന്നൊക്കെ എടുക്കുന്നത് ശേഖരിച്ചിട്ട് ഇത് കണക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് ഒരു ബക്കറ്റിൽ വെള്ളത്തിൽ ഇട്ട് വെക്കുക. 3 ദിവസം ആവുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് ഇത് കണക്ക് കൈവച്ച് പിഴിഞ്ഞ് അതിൻ്റെ സത്ത് മൊത്തം വെള്ളത്തിലാക്കണം. എന്നിട്ട് നമുക്ക് അത് നമ്മുടെ വെജിറ്റബിൾസിനൊക്കെ ഇത് കണക്ക് കോരി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് മാസത്തിൽ ഒരിക്കൽ ചെയ്താലും മതി കേട്ടോ. അത് ഒന്നാം തരമാണ്. നന്നായിട്ട് ചെടികൾ തഴച്ച് വളരാനും വെജിറ്റബിൾസും ഒക്കെ നന്നായിട്ട് വളരാനും ഒന്നാം തരമാണ്. പിന്നെ ഇതൊരു നാച്ചുറൽ ഫെർട്ടിലൈസറും കൂടിയാണ്. പിന്നെ ബനാന പീൽ എന്ന് പറയുന്നത് നമ്മുടെ പൊട്ടാസ്യവും ഫോസ്ഫറസും ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുള്ളതാണ്. അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് പോഷക സമൃദ്ധമാണ് നമ്മുടെ ഈ ബനാന പീൽ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് എഗ്ഷെല്ലാണ്. ഇത് കണ്ടോ, ഇത് മുട്ടയുടെ തോടാണ് കേട്ടോ. ഇത് ഞാൻ എൻ്റെ വർക്ക് പ്ലേസിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ, മുട്ടയുടെ തോട്. അപ്പോൾ ഈ മുട്ടയുടെ തോട് ഒന്നാം തരമാണ് നമ്മുടെ പൂക്കുന്ന ചെടിയേക്കും വെജിറ്റബിൾസിലും ഒക്കെ ഇട്ട് കൊടുക്കാൻ. ഇത് നല്ല കാൽസ്യവും പ്രോട്ടീനും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഇതിൻ്റെ ഷെല്ലിൽ. അപ്പോൾ ഇത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് നേരം നമുക്ക് വെയിലത്തൊന്ന് വെച്ചേക്കാം. വെയിലത്ത് വെച്ചതിന് ശേഷം അതിനെ നന്നായിട്ട് ഒന്ന് പൊടിച്ചിട്ട് നമുക്ക് ചെടികളുടെ മൂട്ടിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വളരും കേട്ടോ ഇത്. ടിപ്സ് നമ്പർ 3 എന്ന് പറയുന്നത് കോഫി ഗ്രെയിൻ ആണ്. ഇത് നമ്മുടെ കാപ്പിക്കുരുവിലെ അത് പൊടിച്ച് കാപ്പി ഇട്ടതിന് ശേഷമുള്ള ചണ്ടിയാണ്. നമ്മുടെ തേയിലയുടെ ചണ്ടി പോലെ തന്നെയാണ്. ഇത് നമുക്ക് 2 ഗുണങ്ങളാണുള്ളത്. ഇത് ഇട്ട് കൊടുത്താൽ ഇത് വളവുമാണ്. പിന്നെ പോരെങ്കിൽ ഇതിൻ്റെ സ്മെല്ലടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെജിറ്റബിൾസ് കഴിക്കാൻ വരുന്ന ഈ അണ്ണാനും എലിയും പിന്നെ റാബിറ്റും ഒന്നും അടുക്കത്തില്ല. ഇതിൻ്റെ മണം ഭയങ്കര സ്ട്രോങ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ജീവികളൊന്നും അടുക്കില്ല. പിന്നെ അതേപോലെ തന്നെ ഈ പൂക്കുന്ന ചെടികളിലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലൊരു വളവുമാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ മണ്ണിൻ്റെ കൂടെ വേണമെങ്കിൽ മിക്സ് ചെയ്തിടാം. അല്ലാതെ ഇതുപോലെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ കാപ്പിയും ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു നാച്ചുറൽ ഫെർട്ടിലൈസർ കൂടിയാണ് നമുക്ക്. ഇതൊന്നും നമുക്ക് കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ ഉള്ള സാധനങ്ങൾ തന്നെയാണ് ഇതെല്ലാം. ഒരുപാട് ഗുണങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഇത് ഒന്നും തിരിച്ചറിയുന്നില്ല എന്നേ ഉള്ളൂ. അതേപോലെ തന്നെയാണ് പിന്നെ നമ്മളെ വീട്ടിൽ ഉപയോഗിച്ച് കളയുന്ന നമ്മുടെ വെളുത്തുള്ളിയുടെയും ഉള്ളിയുടെയും ഒക്കെ ഈ തൊലിയും നമുക്ക് വെജിറ്റബിൾസിനൊക്കെ ഇട്ട് കൊടുത്താൽ ഈ കൃഷി നശിക്കുന്ന ഒരൊറ്റ ജീവികളും അടുക്കില്ല. കാരണം അതിൻ്റെ സ്മെല്ല് അത്ര സ്ട്രോങ് ആണ് കേട്ടോ. പിന്നെ നല്ലൊരു വളവും കൂടിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.